ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐ മിന്നുവോ, ഒന്ന് നിനക്ക് 2 വയസ്സായി. വല്ലതും അറിയോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്കുന്ന്. മിന്നുന്റെ ബർത്ത്ഡേക്ക് ഇടാൻ ഇതൊരു കോഡ് ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് വേഗം ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നേക്കാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ചെയ്യാൻ ഒട്ടും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് കാലത്ത് ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ബർത്ത്ഡേ ഒരു ബാക്ക്ഗ്രൗണ്ട് തീം ഇതുപോലെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോയിൽ ഈ ഒരു ബലൂൺ കൊണ്ട് ഫ്ലവർ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബർത്ത്ഡേക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേക്ക് തന്നെയാണ്. അപ്പോൾ ലെയർ കാര്യങ്ങൾ കൂടുതലൊന്നും ഇല്ലാതെ ഒറ്റ കേക്കിൽ തന്നെ ഇതുപോലെ ക്രീം വെച്ചിട്ടുള്ള ഒരു ലെയർ ഡിസൈൻ ചെയ്തേക്കാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ മിന്നുവിൻ്റെ ആ ഒരു ബർത്ത്ഡേ ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ. കോസ്റ്റ്യൂം ഫുള്ളായിട്ട് ഇതൊരു വെസ്റ്റേൺ സ്റ്റൈല് ഡ്രസ്സാണ്. പിന്നെ അതിക്കൊരു ബൂട്ട്, ഇതുപോലത്തെ ഒരു ചെറിയൊരു ഷെയ്ഡ് വരുന്ന ആ ഒരു ബൂട്ടും കൂടെ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഈ ഒരു നിർത്തിയേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ, ഇത്തിരി നന്നായിട്ടൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് കേട്ടോ. ചെയറൊക്കെ ഇട്ട് കൊടുത്തു, ആള് അതിലൊന്നും ഇരിക്കണമെന്നുണ്ടായിരുന്നില്ല. ആ ഷൂ ഇട്ട മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുവാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോന്ന് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടുള്ള കോലാഹലങ്ങളാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആണല്ലോ. അപ്പോൾ ആ കയ്യിലിരിക്കുന്ന ആളെന്നെ നിങ്ങൾ നോക്കണ്ട, അത് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിൽ നിന്ന് വിടില്ല. നമ്മുടെ കെച്ചപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചേക്കാണ് കേട്ടോ. ഫ്രിഡ്ജ് തുറന്നാൽ ആ താഴത്തെ തട്ടിൽ പോയ ആളത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെക്കത്തേ ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഫൈനലി കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കിനും മിന്നുവിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടു വേറെ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഷാനാക്ക് മിന്നുവിനൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കണം പറഞ്ഞിട്ട് വേഗം കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ടേബിളിൻ്റെ ഉള്ളിലായത് കാരണം തന്നെ മിന്നുവിനെ കാണണമെന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടണം പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊക്കെ അവൾ കൊടുക്കാൻ നോക്കിയത് കേട്ടോ. അതും താങ്ങി പിടിച്ച് നടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പൊട്ടിച്ച് മിന്നുവിന് കാണിച്ചു കൊടുത്തു. ഇതുപോലെ ഒരു ടെഡി ബിയർ ആയിരുന്നു കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡി ബിയർ ആയിരുന്നു. പക്ഷെ മിന്നുവിന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മിന്നുവിന് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഏറായിരിക്കും. അപ്പം അതൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ കേക്കിൽ ഒരു ക്രൗൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ പപ്പിൻ്റെ തലയിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് പറഞ്ഞിട്ട് ഷാന ആ ഷെൽഫിൽ ഇരുന്നിരുന്ന ഒരു പപ്പിക്കുട്ടിയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു ക്രൗൺ കാണാനായിട്ട് നമുക്ക് കുട്ടികളുടെ തലയിലും വെച്ച് കൊടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഥ പറഞ്ഞപ്പോഴേക്കിനും ഷാന അവിടെ സൈഡായി ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ മിന്നുവിൻ്റെ ആ ഒരു ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. വലിയൊരു ഫംഗ്ഷന് പരിപാടി അങ്ങനെയൊന്നും വെച്ച് കഴിച്ചതൊന്നും അല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് വീട്ടിലുള്ളവരോട് മാത്രം പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടി മാത്രമായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.